വെൽക്കം ടു വിഷ്ണുസ് വ്ളോഗ്. ഇന്ന് നമുക്ക് ഒരു കനേഡിയൻ ഡിഷ് വേഴ്സസ് ഇന്ത്യൻ ഡിഷ് നോക്കാം. രണ്ടും കൂടെയുള്ള കോംബോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള തിങ്സ് ഒക്കെ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. പൊട്ടറ്റോ, കൊറിയാണ്ടർ ലീഫ്, ഒനിയൻ, ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക് ആൻഡ് ടൊമാറ്റോ, ബ്രോക്കോളി, ഗ്രീൻ ചില്ലി. ദെൻ നമ്മൾക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചേമ്പെടുത്ത് ഒന്ന് വേവാൻ വയ്ക്കാം. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഫ്രഷ് ആയി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ സാൽമൺ എടുത്ത് പൊളിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ വെച്ചു, നമ്മളിട്ടു. പിന്നെ ചീസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിലേക്ക് നമ്മൾ കുറച്ച് സാൾട്ട് ഇടുന്നു. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാൾട്ട് ഇട്ടു. അതിനുശേഷം നമുക്ക് കുറച്ച് പെപ്പർ കൂടി ഇടാനുണ്ട്. ഓക്കെ, നമ്മൾ പെപ്പർ ഇട്ടു. ഇത് രണ്ടുമാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് ടേൺ ചെയ്ത് അങ്ങോട്ട് തിരിച്ച് മറിച്ച് ഇട്ട് നമ്മളാക്കുക. ഓക്കെ, ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം, നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മൾ പ്ലേറ്റിലേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതൊന്ന് ചെറിയ സ്മോൾ പീസാക്കണം. നമ്മുടെ കനേഡിയൻ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ഈ എല്ലാ തിങ്സും നമുക്കൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കണം. അത് സെയിം ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. നേരത്തെ നമ്മൾ സാൽമണ് വറക്കാൻ വേണ്ടി യൂസ് ചെയ്തത് അതിന് സെയിം യൂസ് ചെയ്യുക. മിക്സപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ കൊറിയാണ്ടർ ലീഫും ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സപ്പ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആൻഡ് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സപ്പ് ചെയ്യാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സാൽമണിനെ അതിലിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അത് ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് തീ കൂട്ടി വയ്ക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതെല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നമ്മുടെ ഈ വെജിറ്റബിൾസും ഇതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്യാം. ഇതിലേക്ക് നമ്മളൊന്ന് മിക്സപ്പ് ചെയ്തു. ഓക്കെ, ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്താലോ? ഓക്കെ, നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്തു. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് പ്ലേറ്റിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം അതല്ലെങ്കിൽ ഒരുപാട് വെന്ത് ഇതായിപ്പോവും. അതുകൊണ്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തു. ഇതിന് ശേഷം ഞാനിതെന്ത് ചെയ്യാൻ പോകാമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പുറത്തൂടെ കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സെറ്റായിട്ട് നമുക്ക് എടുത്ത് കഴിക്കാൻ നല്ല രസമായിരിക്കും. അതിനുവേണ്ടിയാണ് കുറച്ച് ചീസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓവനിൽ ഇതൊന്ന് വെക്കുക. ഒരു 1 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇത് ചെറിയ ചീസ് ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റാവും. 1 മിനിറ്റ് വെച്ചു. നമ്മളതിന് ശേഷം എടുത്തു. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ എടുത്ത് കഴിക്കാം. കണ്ടില്ലേ, സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചു നോക്കും. ആ സമയത്ത് നമുക്ക് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചേമ്പും അടുത്തുണ്ട്. നമുക്കത് രണ്ടും കൂടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്കപ്പോൾ അറിയാലോ. ഓക്കെ, ഞാൻ ഹസ്ബൻഡിന് കൊടുത്തു. ഹസ്ബൻഡിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യാം. ഞാൻ കുക്ക് ചെയ്തിട്ട് ഞാൻ തന്നെ ഇതിൻ്റെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഹസ്ബൻഡ് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ബ്രൊക്കോളിയാണ് അതിലെ മെയിൻ കേട്ടോ.